ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. എൻ്റെ വ്യൂസിൻ്റെ തിരിച്ചു വരവിന് ഇനി എത്ര നാൾ എന്നുള്ളൊരു ചോദ്യമാണ് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാനുള്ളത്. ഓക്കെ, നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. നമുക്കൊന്ന് ചോദിക്കാം, എൻ്റെ വ്യൂസിന് ഇനി തിരിച്ചു വരുന്നതിന്, ജീവിതത്തിലേക്ക്, അത്ഭുതങ്ങളിലേക്ക്, എൻ്റെ വ്യൂസ് ആഗ്രഹിക്കുന്ന ദിവസത്തിലേക്ക് തിരിച്ചു വരുവാൻ ഇനി എത്ര നാൾ ബാക്കി? എൻ്റെ വ്യൂസ് ആഗ്രഹിച്ച തലങ്ങളിലേക്ക് തിരിച്ചു വരാൻ ഇനി എത്ര നാൾ ബാക്കി? ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ഏസ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഇപ്പോൾ നേരിടുന്നതായിട്ടുള്ള ഏത് പ്രശ്നത്തെയും ഓവർകം ചെയ്യുന്ന ആ ഒരു പ്രതികൂല സാഹചര്യങ്ങളെ നിങ്ങൾ അതിജീവിക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് ഈ ഒരു മാസത്തിനുള്ളിൽ, ഈ ഒരൊറ്റ മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾക്കുള്ള ചുറ്റുമുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് നിരീക്ഷിക്കുക. നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ മുന്നിൽ വെച്ചിട്ട് ഈ പാറ ഇളകുന്നില്ല, ഈ മല മാറുന്നില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതിന് പകരം മലയുടെ ഒരു വശമെങ്കിലും ഇടിയുന്നുണ്ടോ എന്ന് നിങ്ങൾ സ്വയം പരിശോധിക്കുക. നിങ്ങൾ ആ മലയുടെ ഒരു വശമെങ്കിലും ഇടിയുന്നുണ്ടോ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൽ, നിങ്ങൾ വിശ്വസിക്കുന്നതിൽ ഇളകാതിരിക്കുന്ന കല്ലിൻ്റെ ഒരു ഭാഗമെങ്കിലും പൊട്ടി വീഴുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാതെ ഇത് മൊത്തം പോയില്ല എന്ന് വിചാരിച്ച് നിരാശയിലാകുന്നതിന് പകരം എൻ്റെ ചുറ്റുപാടും ഇപ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, അതാണ് നിങ്ങളുടെ വിശ്വാസം. അതിലേക്ക് നിങ്ങൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പ്രതികൂലമായി ഇരിക്കുന്ന ആ ഒരു വലിയ പാറയെ പൊട്ടിച്ചു മാറ്റുവാനുള്ള ശക്തിയും നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം നിങ്ങൾക്ക് വന്നു ചേരും. അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തീരത്ത് നിങ്ങൾ എത്തിച്ചേരുന്നത്. ഓക്കെ, ഏതൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങൾ വിജയിക്കാൻ പോകുന്നതെന്ന് നോക്കാം. പ്ലീസ് കെഡ് മി മദർ യൂണിവേഴ്സ്. ഇവിടെ 7 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പ്ലീസ് കെഡ് മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 7 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ആദ്യം തന്നെ നിങ്ങൾ വിജയിക്കാൻ പോകുന്നത് ഡബിൾ എനർജി. സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ ചില തേർഡ് പാർട്ടികൾ, ഇവിടെ 3 ഓഫ് കോയിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഇവിടെയും 7 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങളെ പിറകെ നടന്നോ, നിങ്ങളുടെ കൂടെ നടന്ന് നിങ്ങളെ ചതിക്കുന്ന ചില വ്യക്തികളെ, ആ വ്യക്തികളെയാണ് നിങ്ങൾ വിജയിക്കാൻ പോകുന്നത്. ഈ ഒരു മാസത്തിനുള്ളിൽ ഡെവിളിനെ നിങ്ങൾ തകർക്കുന്നതാണ്. ചില തേർഡ് പാർട്ടികളെ നിങ്ങൾ തകർക്കുന്നതാണ്. അവരുടെ തന്ത്രങ്ങളെ നിങ്ങൾ തകർക്കുന്നതാണ്. നിങ്ങളെ ചതിച്ച വ്യക്തികളെ, ഇതും 7 ഓഫ് സോഡിൻ്റെ എനർജിയാണ്, ഇതും 7 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. നിങ്ങളെ കൂടെ നിന്ന് ചതിച്ച ചില വ്യക്തികളുണ്ട്. ആ വ്യക്തികളെ നിങ്ങൾ തിരിച്ചറിഞ്ഞു അവരുടെ ശക്തിയെ നിങ്ങൾ ക്ഷയിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ്. ചില ബ്ലാക്ക് എനർജികൾ, ഡെവിളിൻ്റെ എനർജികൾ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരികെ അവരിലേക്ക് തന്നെ തിരികെ പോകുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ആദ്യം തന്നെ നിങ്ങൾ വിജയിക്കുന്നത് ഡെവിൾ ശക്തിയെയാണ്. ഡെവിളിൻ്റെ ശക്തിയെ നിങ്ങൾ വിജയിക്കാൻ പോകുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. അടുത്തത് വന്നിരിക്കുന്നത് ടെമ്പറൻസിൻ്റെ എനർജിയാണ്. പ്ലീസ് കെഡ് മി മദർ യൂണിവേഴ്സ്. ചില സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടമായി, നിങ്ങൾ ഒരുപാട് അനുഭവിച്ചു കൊണ്ടിരുന്ന ചില സൗഭാഗ്യങ്ങൾ ചില വ്യക്തികൾ തട്ടിയെടുത്തിരിക്കുന്നു. അത് നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഇമോഷണൽ പരമായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. അതിനെ നിങ്ങൾ വിജയിക്കാൻ പോകുന്നു. നൈറ്റ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. അത് ശക്തമേറിയ എനർജിയിൽ തന്നെ അത് നിങ്ങൾ വീണ്ടും സ്വീകരിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഹാങ്ഡ് സിറ്റുവേഷനായി നിൽക്കുന്നു. നിങ്ങൾക്ക് ചില ഏറ്റവും വിലപിടിപ്പുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അത് നിങ്ങളുടെ ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് അധ്വാനിച്ച് നേടിയിട്ടുള്ള നിങ്ങളുടെ സാമ്പത്തികമായിരിക്കാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, നിങ്ങളുടെ ഗ്രോത്ത് ആയിരിക്കാം നഷ്ടപ്പെട്ടത്, നിങ്ങളുടെ സമാധാനം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്.
അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കുഞ്ഞിനെ ആയിരിക്കാം നിങ്ങളുടെ പാർട്ട്ണർ കൊണ്ടുപോയിട്ട് നിങ്ങളെ ഒന്ന് കാണാൻ പോലും അനുവദിക്കാതെ ഇരിക്കുന്നത്. അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികൾക്ക് ഇവിടെ തിരികെ വരുന്നു. യൂണിവേഴ്സിൻ്റെ ശക്തി, യൂണിവേഴ്സിൻ്റെ ഫടൻ നിങ്ങളുടെ നേർക്ക് വരുന്നു. കാരണം നിങ്ങൾക്ക് വേണ്ടി അവർ വിജയിക്കാൻ പോകുന്നു, വിജയക്കൊടി പാറിക്കാൻ പോകുന്നു എന്നുള്ള എനർജിയാണ് ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനാണ് വരുന്നത്. നിങ്ങളിപ്പോൾ ഏത് സിറ്റുവേഷനിലാണോ നിൽക്കുന്നത്, നിങ്ങളിപ്പോൾ ഹാങ്ഡ് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്, നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് അവയർനെസ് തരികയാണ്. എഴുന്നേറ്റ് പ്രവർത്തിക്കുക, നിങ്ങളിൽ തന്നെ ആ ശക്തി പ്രവഹിക്കുകയാണ്. ഇവ അവയർനെസ് തരികയാണ്. നിങ്ങൾ ഇങ്ങനെ നിൽക്കേണ്ട വ്യക്തിയല്ല, നിങ്ങൾ ചാടിക്കടന്ന് എഴുന്നേറ്റ് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട വ്യക്തിയാണ് എന്ന് പറയുന്നു. എന്തിനോടാണ് യുദ്ധം ചെയ്യുന്നത്? ഡെവിളിനോടാണ്, അല്ലാതെ നമ്മുടെ പാർട്ട്ണറോടല്ല പോയി യുദ്ധം ചെയ്യേണ്ടത്. നിങ്ങൾ ഡെവിൾ ശക്തിയോട് യുദ്ധം ചെയ്യുക. നിങ്ങളെ തകർക്കുവാൻ അല്ലെങ്കിൽ നിങ്ങളെ ഡിപ്രഷനാക്കി ഇങ്ങനെ ഇട്ടിരിക്കുവാനുള്ളതല്ല. നിങ്ങൾ ഈ ഒരു സ്ഥാനത്ത് നിന്നും നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കേണ്ട വ്യക്തിയാണ്. എന്നാൽ തിരികെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതിവേഗം നിങ്ങളിലേക്ക് തിരികെ വരുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 3 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങളെ ഒരുപാട് നിങ്ങളുടെ ഹൃദയത്തെ തകർത്തു പോയ ചില സിറ്റുവേഷൻ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തെ തകർത്ത സിറ്റുവേഷൻ അതെന്താണ്? ഏസ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഗ്രോത്ത് ഒരിക്കലും മുന്നോട്ട് പോകുന്നില്ല. ചില തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ഗ്രോത്തിനെ മുളയിലെ നുള്ളിക്കളയുന്നു. നിങ്ങൾ പല പ്രാവശ്യം നിങ്ങൾ ശ്രമിക്കുന്നു, അത് മുളയിലെ നുള്ളിക്കളയുന്നു എന്നുള്ളതാണ്. 4 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വരുന്നത്. നിങ്ങളുടെ ഗ്രോത്ത്, സാമ്പത്തികം, ജോലി അതെല്ലാം ചില വ്യക്തികൾ നിങ്ങളെ മുളയിലെ നുള്ളിക്കളയുന്നു, വളരാൻ അനുവദിക്കുന്നില്ല. നിങ്ങളുടെ ബിസിനസ് തകർത്ത് കളയുന്നു. നിങ്ങളുടെ ജോലിയിൽ നിന്നും നിങ്ങളെ പുറത്താക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഉയർച്ച അവരിഷ്ടപ്പെടുന്നില്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഹൃദയം തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ദൈവത്തോട് നിലവിളിച്ച് കരയുന്ന ഒരു എനർജി ഇവിടെ കാണുന്നു. ദൂതൻ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി നിങ്ങളുടെ വിഷമങ്ങൾ കേട്ടിരിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകുന്നു. ഇനി നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് ആണ് വരുന്നത്. ഏസ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വരുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് സണ്ണ് ഉദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇനി അന്ധകാരത്തിലല്ല, നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള എനർജിയാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 1 മാസത്തിനുള്ളിൽ സംഭവിക്കുന്നതാണ്, എല്ലാവർക്കും സംഭവിക്കില്ല. ഇത് ആത്മാർത്ഥമായിട്ടും എൻ്റെ എനർജിയാണ് എന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ നേരിട്ടിരിക്കുന്ന സാഹചര്യത്തിനോട് പൊരുതി നിങ്ങളുടെ മനസ്സ് തളർന്നു പോകാതെ എഴുന്നേറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് മാത്രമാണ് ഇത് സംഭവിക്കുന്നതെന്ന് യൂണിവേഴ്സ് ആദ്യമേ തന്നിട്ടുണ്ട്. ഒരു മാറ്റം, ഇപ്പോൾ നിങ്ങൾ കരഞ്ഞ് തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തിലാണ് 1 മാസത്തിനുള്ളിൽ ഈ അത്ഭുതം കാണാൻ പോകുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നത്? 4 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് ഉത്സവങ്ങൾ വന്നു ചേരാൻ പോകുന്നു, നിങ്ങളിലേക്ക് വൻ മാറ്റങ്ങൾ വന്നു ചേരാൻ പോകുന്നു. ഇവിടെ ബട്ടർഫ്ലൈ കാണുന്നുണ്ട്. ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് ഒരു മാറ്റമാണ്, നിൽക്കുന്ന നിൽപ്പിൽ ഒരു മാറ്റമാണ്. ഓക്കെ, ആ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നു. വിജയമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. ഒരു ആഘോഷമാണ്. ചില സെലിബ്രേഷനുകൾ നിങ്ങളെ തേടി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ജസ്റ്റിസ് വന്നിരിക്കുന്നു. ജസ്റ്റിസ്, നിങ്ങൾക്ക് നീതി ലഭിക്കുകയാണ്. ചില വ്യക്തികൾ നിങ്ങളെ തകർത്തു, സാമ്പത്തികപരമായും മാനസികപരമായും നിങ്ങളെ തകർത്തിരുന്ന ചില വ്യക്തികളുടെ മധ്യത്തിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടി. നിങ്ങൾ വിജയം ആഘോഷിക്കാൻ പോകുന്നു. നിങ്ങൾ വിജയം ആഘോഷിക്കാൻ പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 4 ഓഫ് വാണ്ടിൻ്റെ എനർജി. നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ മാനസികപരമായിട്ടോ ചില വ്യക്തികൾ ഇവിടെ ഫയറ്റ് ചെയ്തതായി കാണുന്നുണ്ട്. കൂട്ടം കൂടി നിന്ന് നിങ്ങളെ വേദനിപ്പിച്ചതായി കാണുന്നു. അതിൻ്റെ മധ്യത്തിലാണ് നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നത്. ഒരുപാട് നാളായി നിങ്ങൾ ഈ ഒരു ജസ്റ്റിസിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം. നിങ്ങൾക്ക് ജസ്റ്റിസ് നിങ്ങളെ തേടി എത്തിയിരിക്കുന്നു. ചില ഇമോഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളെ വിട്ടു പോയിട്ടുണ്ട്. അത് നിങ്ങളുടെ ജോലിയാകാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആകാം. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ കുറേ നാളായിട്ട് നിങ്ങൾ വേദനിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റിസ് ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. വിജയം നിങ്ങളെ തേടി എത്തുന്നു. നിങ്ങളെ തകർത്ത വ്യക്തികളുടെ മുന്നിൽ നിങ്ങൾ വിജയിക്കാൻ പോകുന്നു. ആഘോഷം നിങ്ങളെ തേടി എത്തിയിരിക്കുന്നു എന്നുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. ഇവിടെ 5 ഓഫ് കപ്പിൻ്റെ എനർജി വീണ്ടും വന്നിരിക്കുന്നു. 5 ഓഫ് കപ്പിൻ്റെ എനർജി, നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത വ്യക്തികൾക്കാണ് ഈ ഒരു അനുഗ്രഹം വന്നു ചേരാൻ പോകുന്നത്.
കിങ് ഓഫ് വാണ്ടിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അധികാരം നിങ്ങളെ തേടി എത്തുന്നു എന്നുള്ളതാണ്. നിങ്ങളിലേക്ക് ആരാണോ നിങ്ങളെ ഉപേക്ഷിച്ച് പോയത്, എന്താണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, അത് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു എന്നുള്ള എനർജിയാണ് വരുന്നത്. അധികാരം നിങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യുന്നു എന്നുള്ള എനർജി തിരികെ വന്നിരിക്കുന്നു. നഷ്ടപ്പെട്ടതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തവർക്ക് മാത്രമാണ് നിങ്ങളെ തേടി തിരികെ എത്തുന്നു. നിങ്ങളുടെ അധികാരങ്ങൾ തിരികെ എത്തുന്നു. നിങ്ങളുടെ സ്ഥാനം നിങ്ങൾക്ക് തേടി തിരികെ എത്തുന്നു എന്നുള്ളതാണ്. 9 ഓഫ് പെന്റിക്കിളിന്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾക്ക് ചില കാര്യം അവസാനിച്ചു എന്ന് നിങ്ങൾ വിചാരിച്ചു എങ്കിൽ അത് വീണ്ടും ഇരട്ടിയായി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. 6 ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ നിൽക്കുന്ന സ്ഥാനത്ത് നിന്നും, ഈ ഒരു സ്ഥാനത്ത് നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പുനർജനനം വീണ്ടും സംഭവിക്കുന്നു. എന്തിലാണ്? നിങ്ങളുടെ ഇമോഷണൽ കാര്യത്തിൽ, നിങ്ങളുടെ സാമ്പത്തിക കാര്യത്തിൽ, നിങ്ങളുടെ ജോലി കാര്യത്തിൽ അവസാനിച്ചു, എനിക്കിത് ഡെത്തായി കഴിഞ്ഞു, എനിക്ക് ഈ ജോലി അവസാനിച്ചു, ഇനി രക്ഷയില്ല, നാളെ തൊട്ട് തന്നെ പെട്ടിയെടുത്ത് പോകാം എന്ന് ചിന്തിച്ചിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. അവർക്ക് ഒരു പുനർജനനമാണ് വന്നിരിക്കുന്നത്. അവരുടെ ജോലിയിൽ അവർക്കൊരു പ്രൊമോഷനോടുകൂടി തന്നെ അവർക്ക് സ്ഥാനം ലഭിക്കും. 9 ഓഫ് പെന്റിക്കിളിന്റെ എനർജിയാണ്. ഇതുവരെ വാല്യൂ ഇല്ലാണ്ടിരുന്ന, സീറോ ആയിരുന്ന നിങ്ങളെ വീണ്ടും ഉയർത്താൻ പോകുന്നു. നിങ്ങൾക്ക് വാല്യൂ ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ ജോലിക്ക് നിങ്ങൾക്ക് വാല്യൂ ലഭിക്കുന്നുണ്ട്. റിലേഷൻ സംബന്ധമായിട്ട് നിങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞ ഒരു വ്യക്തിയാണോ, നിങ്ങളുടെ റിലേഷൻ അവസാനിച്ചു എന്ന് വിചാരിച്ചു നിങ്ങൾ വളരെ വേദനിപ്പിച്ച് കടന്നു പോയിട്ടുള്ള ചില വ്യക്തികളുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് തിരികെ വന്ന് നിങ്ങൾക്ക് വാല്യൂ നൽകുന്നു, റിലേഷനെ വീണ്ടും ജീവിപ്പിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് മറ്റൊരു സമാധാനമായിട്ടുള്ളൊരു തീരത്തേക്ക് നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്നു എന്നുള്ളതാണ്. ചില കുടുംബ ജീവിതങ്ങൾ ഒന്നായി തന്നെ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളിൽ നിന്നും അകന്നു പോയ ചില വ്യക്തികൾ നിങ്ങളെ തേടി തിരികെ എത്തുന്നു എന്നുള്ള എനർജി ഇവിടെ വന്നിരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. അപ്പം ഇതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ 1 മാസത്തിനുള്ളിൽ വന്നു ചേരാൻ പോകുന്ന എനർജിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, അത് എങ്ങനെയുള്ളവർക്ക്, എത്ര നാളുകൾക്ക് ശേഷമാണ് എന്ന് പറഞ്ഞതിൽ യൂണിവേഴ്സ് പറയുന്നു, നിങ്ങൾ പ്രതിബന്ധനങ്ങളെ, ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന ആ ഒരു പ്രശ്നത്തെ, ഇത് എനിക്ക് കടന്നു പോകും, എനിക്കിത് പ്രശ്നമല്ല, ഇതെൻ്റെ ഒരു പരീക്ഷണമാണ്, എൻ്റെ എക്സാമാണിത്, ഈ എക്സാം ഞാൻ വിജയിച്ചിരിക്കും, ഇതിൽ ഞാൻ ചില കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നു, ഞാൻ ഇതിൽ വിജയിക്കും എന്ന് മനസ്സുറപ്പുള്ളവർക്ക് മാത്രം ഈ 1 മാസത്തിനുള്ളിൽ ഇത് സംഭവിക്കും എന്നുള്ളതാണ്. നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 4 ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാകണം. നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും എഴുന്നേൽക്കണം. നിങ്ങൾ തളർന്നിരിക്കേണ്ട വ്യക്തിയല്ല. ക്യൂൻ ഓഫ് പെന്റിക്കിളാണ് വന്നിരിക്കുന്നത്. ക്യൂൻ ഓഫ് പെന്റിക്കിളിനെ പോലെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, നിങ്ങൾ തളർന്ന് മനസ്സോടുകൂടി ആയിരിക്കരുത്. നിങ്ങൾ സ്ട്രെങ്തോടുകൂടി നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ തളർന്നിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇത് ലഭിക്കില്ല. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നോ എന്ന് പറയുവാൻ, എന്നെക്കൊണ്ട് കഴിയുന്നില്ല എന്ന് പറയാൻ, എൻ്റെ ജീവിത സാഹചര്യങ്ങൾ ഇങ്ങനെയാണ്, എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഈ ഒരു കാര്യത്തെ ബ്രേക്ക് ചെയ്യാൻ എളുപ്പമാണ്. നോ എന്ന് പറയുവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. എനിക്ക് ശരീരം സുഖമില്ല, ഞാൻ ഒറ്റയ്ക്കല്ലേ, എന്നെ കൂടെ നിൽക്കാൻ ആരുമില്ല, നിരന്തരമായി വർഷങ്ങളായി അനുഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒഴിവുകൾ പറഞ്ഞ് നമുക്ക് നമ്മുടെ അനുഗ്രഹത്തെ തടഞ്ഞു നിർത്താൻ, നമ്മുടെ സ്ട്രെങ്തിനെ തടഞ്ഞു നിർത്താൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ എനിക്ക് മുന്നോട്ട് പോകണം, എനിക്ക് ഇതിൽ നിന്നൊരു മാറ്റം വേണമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ അവസ്ഥയിൽ എനിക്ക് വിജയിക്കണം, എന്നിൽ എനിക്ക് വിജയിക്കണം എന്നുള്ളത് മാത്രമായിരിക്കും നമ്മുടെ മുന്നിലുള്ളത്. ഓക്കെ, നമ്മൾ സർഗസ് കൂടാരത്തിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുള്ളൊരു ചില കാര്യങ്ങളുണ്ട്. സാഹചര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ താഴെ വീണു പോകും. ഓക്കെ, സാഹചര്യത്തിലേക്ക്, ആ നെറ്റിലേക്ക്, താഴെ കെട്ടിയിരിക്കുന്നതായിട്ടുള്ള നെറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ താഴെ വീണു പോകും. എന്നാൽ എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അതിലേക്ക് പിടിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ് അവിടെ ആ കൂടാരത്തിൽ കൂടി നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ലക്ഷ്യത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കാം. ജീവിതത്തിൽ വന്നിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാനുള്ള ചില പാഠങ്ങളാണ്. ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ കടക്കണം
എന്നുള്ളത് നമ്മളിൽ തന്നെയാണ്. നമ്മളാണ് പ്രശ്നങ്ങൾ, നമ്മൾ കാരണമാണ് പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് സ്വയം അംഗീകരിക്കുക. അംഗീകരിച്ചതിന് ശേഷം അതിൻ്റെ പരിഹാരവും നമ്മളിൽ തന്നെയാണ്. നമ്മളിൽ തന്നെ, നമ്മുടെ ശരീരം സൃഷ്ടിച്ചപ്പോൾ തന്നെ നമ്മളിൽ ഉണ്ടാകുന്ന രോഗങ്ങൾക്കുള്ള ആൻറ്റിബോഡിയും നമ്മുടെ ശരീരത്തിൽ തന്നെ ആ മരുന്നും നമ്മുടെ ശരീരത്തിൽ സൃഷ്ടിച്ചാണ് വിട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റിനുള്ള പരിഹാരവും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പം നമുക്ക് വന്നിരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരവും നമ്മളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് തിരിച്ചറിയാം. തിരിച്ചറിഞ്ഞതിന് ശേഷം നമുക്ക് ശക്തിയോടെ മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.